അതായത് ഇപ്പോൾ ആദിമസഭയിൽ ആൾക്കാർ നന്മ ചെയ്തുകൊണ്ട് ഇരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? തിന്മ ചെയ്യാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം നന്മ ചെയ്യുന്നവരുടെ എണ്ണം 90%, തിന്മ ചെയ്യുന്ന ആൾക്കാർ 10%. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാസമൂഹം ഉള്ളതുകൊണ്ട് അത് അയ്യോപാപികളായിട്ട് തിന്മയിലേക്ക് വീഴുന്ന ആൾക്കാർ അവരുടെ ഭാരം നീക്കിക്കളയണം. ഇവരെ കണ്ട് വേണം, ഇവരെ കണ്ട് ജീവിച്ച സുവിശേഷം 100% ജീവിക്കാവുന്നതാണ് ആദിമസഭ നൽകുന്ന പാഠം. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ചെന്ന് അവസാനിക്കുന്ന എൻ്റെ അടിവേരെന്താണ്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണമാണ്. അത് ഹൃദയത്തിൽ അംഗീകരിക്കുകയാണ്. വിശ്വാസവും അംഗീകാരവും 2 കാര്യങ്ങളാണ്. വിശ്വാസം ഒരു നോർമലായിട്ടുള്ള വഴിയുണ്ട്, ഒരു ഇഫക്റ്റീവായിട്ടുള്ള വഴിയുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവായിട്ട് വഴിയാണ്. അപ്പം നിങ്ങളവർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും. കാര്യം ജീവിച്ച് കാണിക്കുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട്.